നമസ്കാരം. കരുത്തും സാമർഥ്യവുമുള്ളവന് വിജയങ്ങൾ നേടാനാകും. കച്ചവടക്കാർക്ക് എത്ര ദൂരെയുള്ള സ്ഥലവും പ്രശ്നമല്ല. വിദ്യാഭ്യാസം നേടിയവർക്ക് ഒരു നാടും വിദേശമല്ല. സംഭാഷണപ്രിയനായ ഒരാൾക്ക് അപരിചിതനായ വ്യക്തിയോ അറിഞ്ഞുകൂടാത്ത വിഷയമോ ഇല്ല. ഇത് ചാണക്യനീതി. എല്ലാവർക്കും നല്ലൊരു ഞായറാഴ്ച നേരുന്നു. ഇവിടെ ഒരു പൂർണ്ണനായ വ്യക്തിയെയാണ് ഗുരു ചാണക്യൻ അവതരിപ്പിക്കുന്നത്. വിദ്യാഭ്യാസവും കരുത്തും സാമർഥ്യവും ഒക്കെ ഉള്ളവർക്ക് വിജയം ലഭിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. എത്ര കായബലമുണ്ടെങ്കിലും ബുദ്ധിപൂർവമായി ചിന്തിക്കാനും പ്രവർത്തിക്കുവാനുമുള്ള കഴിവ് കൂടി ഉണ്ടെങ്കിൽ മാത്രമേ നേട്ടങ്ങൾ നേടാനാകൂ. വേണ്ട സമയത്ത് വേണ്ടതുപോലെ പ്രവർത്തിക്കുവാനുള്ള ബുദ്ധി വേണം, സാമർഥ്യവും വേണം. ഇതാണ് ഒരാളെ കാര്യപ്രാപ്തിയുള്ളവനാക്കുന്നത്. ഇങ്ങനെയുള്ളവർക്ക് വിജയങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും. മറ്റുള്ളവരുമായി ഇടപഴകുമ്പോൾ തൻ്റെ അഭിപ്രായങ്ങൾ വിശ്വസ്തയോടെയും ആത്മവിശ്വാസത്തോടെയും അവരുടെ മുമ്പിൽ അവതരിപ്പിക്കുവാനും അവരുടെ വിശ്വാസം നേടാനും സാധിക്കുമ്പോൾ മാത്രമേ നമ്മൾ അവർക്ക് സ്വീകാര്യൻ ആവുകയുള്ളൂ എന്ന വസ്തുത മറക്കരുത്. കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം വ്യാപാര ആവശ്യങ്ങൾക്കായി വിവിധ മേഖലയിലേക്ക് യാത്ര ചെയ്യുക എന്നത് സാധാരണ സംഭവമാണ്. അനുദിനം യാത്ര ചെയ്യേണ്ടി വരുന്ന അവർ ചെന്നെത്തുന്ന സ്ഥലങ്ങളിലെല്ലാം പരിചിതമായിരിക്കണം. ഓരോ സ്ഥലത്തും പല പ്രാവശ്യം പോകേണ്ടി വരിക സ്വാഭാവികമാണ്. അവിടങ്ങളിലെല്ലാം നാട്ടിലേതുപോലെ തന്നെ സുഹൃത്തുക്കളും ഉണ്ടാകും. അപ്പോൾ അന്യതാബോധം അനുഭവപ്പെടുകയുമില്ല. അതുപോലെ തന്നെയാണ് വിദ്യാസമ്പന്നനായ ഒരാളുടെ കാര്യവും. ലോകത്തിന്റെ ഏത് ഭാഗത്ത് ചെന്നാലും വിദ്യാഭ്യാസമുള്ളവനെ സ്വീകരിക്കാനും ആദരിക്കാനും ആളുണ്ടാകും. ഇവിടെ വിദ്യാഭ്യാസത്തിന്റെ മാഹാത്മ്യമാണ് ചാണക്യൻ പറയുന്നത്. സംഭാഷണപ്രിയരായ വ്യക്തികൾ പൊതുവെ സർവകല വല്ലഭന്മാരായിരിക്കും. തങ്ങളുടെ സംസാരത്തിലൂടെ മറ്റുള്ളവരെ ആകർഷിക്കുവാൻ സാധിക്കുന്ന ഇവർ കൈകാര്യം ചെയ്യാത്ത വ്യക്തികളോ വിഷയങ്ങളോ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ അസാമാന്യമായ അറിവും പരിചയവും അവർക്ക് ഉണ്ട്. നിത്യാഭ്യാസി ആനയെടുക്കുമെന്ന ചൊല്ല് പോലെ ഇക്കൂട്ടർക്ക് അപരിചിതരായ വ്യക്തികളോ അറിഞ്ഞുകൂടാത്ത വിഷയമോ ഉണ്ടായിരിക്കുകയില്ല എന്നത് പരമാർത്ഥമാണ്. എല്ലാവർക്കും നല്ലൊരു ഞായറാഴ്ച നേരുന്നു. ശുഭദിനം.